സൗഭാഗ്യം തരുന്ന വീടിന്റെ ചില ലക്ഷണങ്ങൾ. ഒന്ന്, ധാരാളം മുറ്റമുള്ള ഒരു വീടായിരിക്കണം. തെക്കിലുള്ളതിനേക്കാൾ കൂടുതൽ മുറ്റം വടക്കിലുണ്ടായിരിക്കുകയും പടിഞ്ഞാറുള്ളതിനേക്കാൾ കൂടുതൽ മുറ്റം കിഴക്കിലുണ്ടായിരിക്കുകയും വേണം. വസ്തുവിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിരിക്കണം കിണറുണ്ടായിരിക്കുന്നത്. അടുത്തത്, വസ്തുവിലേക്ക് കടക്കാനുള്ള ഗേറ്റ് ഏത് ദിക്കിലായാലും അതിന്റെ ഉച്ചഭാഗത്തായിരിക്കണം ആ ഗേറ്റ് വരേണ്ടത്. അടുത്തത്, വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കണം. കന്നിമൂല ഭാഗത്ത് ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ടായിരിക്കണം. കിച്ചൺ വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലായിരിക്കണം. ആ കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് സൗത്ത് വശത്തായിരിക്കണം. അടുത്തത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റി ടാങ്ക് ആണ്. നോർത്ത് വെസ്റ്റിന്റെ നോർത്ത് ഭാഗത്ത് സെപ്റ്റി ടാങ്ക് ചെയ്യാം. അടുത്ത, വീടിന്റെ മുകളിൽ വരുന്ന വാട്ടർ ടാങ്ക് എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റിലായിരിക്കണം. ഏറ്റവും ഉയർന്ന് സൗത്ത് വെസ്റ്റ് ഭാഗം വെയിറ്റ് കയറി ഹൈറ്റ് ആയിട്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കിണറിന്റെ കാര്യം പറഞ്ഞു, ഉച്ചഭാഗത്തെ ഗേറ്റിന്റെ കാര്യം പറഞ്ഞു, മാസ്റ്റർ ബെഡ്റൂമിന്റെ കാര്യം പറഞ്ഞു, കിച്ചന്റെ കാര്യം പറഞ്ഞു, വാട്ടർ ടാങ്ക് പറഞ്ഞു, സെപ്റ്റി ടാങ്ക് പറഞ്ഞു, ഓരോ സ്ഥലത്തെ ഉള്ള ഹൈറ്റ് ആൻഡ് വെയിറ്റ്, മുറ്റത്തിന്റെ കണക്കുകളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വീട് ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊണ്ടുതരുന്ന വീടായിരിക്കും. ഇത് വാസ്തുവിന്റെ ബേസിക് ആയിട്ടുള്ള നിയമങ്ങളാണ് പറഞ്ഞത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഫെങ്ഷുയും കൂടെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ നല്ല പ്രോസ്പെരിറ്റി സ്റ്റാർ നിൽക്കുന്ന സ്ഥലത്തായിരിക്കണം ഇതിന്റെ പ്രധാന ഡോറ്. അപ്പോൾ ഇതിന്റെ ഉച്ചഭാഗം നോക്കുന്നതിനോടൊപ്പം തന്നെ ഇതും കൂടെ നമുക്ക് കറക്റ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അത് നല്ല ഒരു ഫെങ്ഷു കൺസൾട്ടിന് അത് സാധിക്കും. അപ്പോൾ അതുവഴി നിങ്ങളുടെ മെയിൻ ഡോറിലൂടെ ഒരുപാട് സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അതുമൂലം സാധിക്കും. ഇനി നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകൾ പരിചയപ്പെടുത്താം. ഒരു വീടിന്റെ എർത്ത് എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഇത്തരത്തിലുള്ള 2 ക്രിസ്റ്റൽ ബോളുകൾ ഹാങ് ചെയ്തിടാം. ഇനി ഇത്തരത്തിലുള്ള അമറ്റീസ്റ്റിന്റെ റോക്ക് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതൊരു പിരമിഡാണ്. ഇത്തരത്തിലുള്ള പിരമിഡ് നമുക്ക് ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കുന്നത് ആ റൂമിലേക്കുള്ള നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കുകയും ഒരു പോസിറ്റീവ് എനർജി, ഒരു വൈബ്രേഷൻ ആ റൂമിലേക്ക് കൊണ്ടുവരാനും ഈ അമത്യസ്റ്റുകൾക്ക് സാധിക്കും. ഇത്തരത്തിലുള്ള അമത്യസ്റ്റിന്റെ ക്ലസ്റ്ററുകൾ വീട്ടിൽ ഗൃഹനാഥ കിടക്കുന്ന കട്ടിലിന്റെ കാൽഭാഗത്ത് ഒരു റെഡ് ചരടിനകത്ത് തൂക്കിയിടുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെ ആയാലും അത് ഒരു മെറ്റൽ ടോട്ടോയ്സിനകത്ത് വിഷെഴുതി വെച്ച് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് സാധിക്കുമെന്നുള്ളതാണ്. പല കാരണങ്ങൾ കൊണ്ട് തടസ്സമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതിനകത്ത് എഴുതി വെച്ചാൽ റിസൾട്ട് കിട്ടുന്ന ഒരുപാട് കേസുകൾ നമുക്കറിയാം. അപ്പൊ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. കുട്ടികളില്ലാത്ത കപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബെഡ്റൂമിന്റെ വെസ്റ്റ് ഡയറക്ഷനിൽ ഇത്തരത്തിലുള്ള ഒരു ചിൽഡ്രൻസ് ബുദ്ധ വയ്ക്കുന്നത് നല്ല റിസൾട്ട് അവർക്ക് കിട്ടാനായിട്ട് നല്ലൊരു ടൂളായി ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങൾക്ക് വിജയം ഉണ്ടാവാനും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ളൊരു വൈബ്രേഷൻ കിട്ടാനും പേരിനും പ്രസിദ്ധിക്കും വേണ്ടി നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്തിൽ വിക്ടറി ഹോഴ്സ് വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.